Hi, hello, welcome back to my channel, Shanu's Capturing. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇസ് മൈ ഫേവറേറ്റ് വീഡിയോ. ഞാൻ ഇന്ന് കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷൻസിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ തന്നെ മനസ്സിലുണ്ടാവും എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കും അതുപോലെ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് എല്ലാം കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ കയ്യിൽ അത്യാവശ്യം കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണ് കരുതുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ എൻ്റെ അധികം ലിപ്സ്റ്റിക്സും ഭയങ്കര അഫോർഡബിൾ ആണ്. അപ്പോൾ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ അത്യാവശ്യം എല്ലാ സ്കിൻ ടോണും യൂസ് ചെയ്യാൻ പറ്റുന്ന റിച്ച് ഷെയ്ഡാണ്. ബിക്കോസ് ഐ ആം എ ഡസ്കി സ്കിൻ ടോൺ. അപ്പോൾ എൻ്റെ സ്കിൻ ടോണിന് ചേരുന്ന അത്യാവശ്യം ലിപ്സ്റ്റിക്സ് ഏകദേശം മെജോറിറ്റി സ്കിൻ ടോണിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഫസ്റ്റ് തന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇസ് മൈ ഫേവറേറ്റ് ന്യൂഡ് ഷെയ്ഡ് എന്ന് പറയാം. നമ്മുടെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഗീമിമൊക്കെ ഉണ്ട്. ഇറ്റ്സ് എ ഫേവറേറ്റ് ഷെയ്ഡ്. എന്താ പറയുക, ഇത് എല്ലാ സ്കിൻ ടോണിനും നല്ല യൂണിവേഴ്സലായിട്ട് ചേരുന്ന ഒരു ഷെയ്ഡാണ്. പക്ഷേ അതിൻ്റെ ഗീമിമോക്കയുടെ പ്രശ്നം വെറ്റ് ആൻഡ് വൈൽഡ് ഗീമിമോക്കയുടെ പ്രശ്നം എന്താ വെച്ചാൽ അത് പെട്ടെന്ന് ഡ്രൈ ആവും. അതിനൊരു 490 ഉണ്ടായിരുന്നു ഞാൻ വാങ്ങിയ ടൈമിൽ. അപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവും. അതങ്ങനെ ഇരുന്നിട്ട് തന്നെ ഡ്രൈ ആവും. നമുക്ക് അധികം യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതിൻ്റെ ആൾട്ടർനേറ്റീവായിട്ട് ഞാനിങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് കണ്ടതാണ്. അതാണ് ഈ ബ്ലൂ ഹെവൻ്റെ ഇൻറ്റൻസ് മാറ്റ് ലിപ് കളറാണ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. ഇത് എക്സാക്ട് ഗീമിമോക്ക തന്നെയാണ്. നിങ്ങൾ ഗീമിമോക്കൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് ജ്യൂസ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് ബെസ്റ്റാണ്. ഇത് അതിൻ്റെ മറ്റേത് ലിക്വിഡ് ഫോമാണെന്നുള്ളൂ. ഇതൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണെന്നുള്ളൂ. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ലിക്വിഡ് ലിപ്സ്റ്റിക്കിന് അത്ര ലോങ് ലാസ്റ്റ് ചെയ്യില്ല. എന്നാലും അത്യാവശ്യം ഒരു മിനിമം ഒരു 2 hours 3 hours ഒക്കെ ഇത് ലാസ്റ്റ് ചെയ്യും. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് കണ്ടോ, എക്സാക്ട് ഗീമിമോക്ക തന്നെയാണ്. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ സ്വാച്ച് ചെയ്ത് തരാം. ഭയങ്കര ബട്ടറി ഷെയ്ഡാണ്. ഓക്കെ, ഉണ്ടോ, ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ്. നമുക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഇത് തന്നെയാണ് ഗീമിമോക്കയുടെ കറക്റ്റ് ഷെയ്ഡ്. പക്ഷേ എൻ്റെ കയ്യിൽ ഗീമിമോക്ക അല്ല, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാൻ പറ്റുമായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ ഗീമിമോക്ക അല്ല. ഇത് ഇതിൻ്റെ കറക്റ്റ് ഷെയ്ഡാണ്. ഇത് ഒരു ഭയങ്കര ക്രീമി ലിപ്സ്റ്റിക്കാണ്. ഇത് ബ്ലൂ ഹെവൻ്റെയാണ്. ബ്ലൂ ഹെവൻ ഇൻറ്റൻസ് മാറ്റ് ആ റേഞ്ചിൽ വരുന്നതാണ്. ഇതിൻ്റെ ഷെയ്ഡ് പറയുന്നത് ചോക്ലേറ്റ് സ്വേളാണ്. ഞാൻ എന്തായാലും എല്ലാ ലിപ്സ്റ്റിക്കിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പ്രൈസാണ് അടിപൊളി. ഇതിന് വെറും 80 rupees ഉള്ളൂ ഞാൻ വാങ്ങുന്ന ടൈമിൽ. അടിപൊളി ലിപ്സ്റ്റിക്കാണ്. നിങ്ങൾക്ക് എല്ലാ സ്കിൻ ടോണും ചേരുന്നൊരു ലിപ്സ്റ്റിക്കാണ്. ഭയങ്കര അഫോർഡബിൾ ആണ്. ഭയങ്കര ക്രീമിയാണ്. ഒരു മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഭയങ്കര സാറ്റിൻ ഫിനിഷ് അല്ല, ഒരു മാറ്റ് ലിപ്സ്റ്റിക്കാണ്. നിങ്ങൾക്ക് എന്തായാലും ചെക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ലിപ്സ്റ്റിക്കാണ്. നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇൻസൈറ്റിൻ്റെ ലിപ്സ്റ്റിക്കാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇൻസൈറ്റിൻ്റെ അത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അത്യാവശ്യം കൊടുക്കുന്ന പൈസക്ക് നല്ലൊരു ക്വാളിറ്റി തരുന്ന ഒരു ബ്രാൻഡാണ്. അവരുടെ എല്ലാം അടിപൊളിയാണ്. അത്യാവശ്യം ഒരു യൂസ് ചെയ്തിട്ടുണ്ട് ഇൻസൈറ്റിൻ്റെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇൻസൈറ്റിൻ്റെ 1 ബ്രാൻഡ് മേക്കപ്പ് ട്യൂട്ടോറിയൽ ഞാൻ ചെയ്യാം. അപ്പോൾ ഇൻസൈറ്റിൻ്റെ ലിപ്സ്റ്റിക്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങിയിട്ടുള്ള 2 ഷെയ്ഡാണിത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഷെയ്ഡ്. അടിപൊളി ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഭയങ്കര ലോ ലാസ്റ്റിക് ആണ്. ഇതിന് ആകെ 90 rupees ഉള്ളൂ. ഓക്കെ, 90 rupees ഉള്ളൂ. കൊടുക്കുന്ന പൈസക്ക് വർത്ത് എവറി പെന്നി എന്ന് പറയാം. അത്രയ്ക്ക് അടിപൊളിയാണ്. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് നമ്മുടെ ലിപ്പിലിട്ട് എന്ന് വെച്ചിട്ട് പെട്ടെന്ന് ഡ്രൈ ആവും, അങ്ങനെ ഒരു കുഴപ്പമില്ല. അടിപൊളി ലിപ്സ്റ്റിക്കാണ്, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഇൻസൈഡിൻ്റെ ഡിവൈൻ വൈൻ ആണ്. ഇൻസൈഡിൻ്റെ ഡിവൈൻ വൈൻ ഈസ് എ ഭയങ്കര ഒരു എന്താ പറയുക ബ്രൈറ്റ് ഷെയ്ഡാണ്. നിങ്ങൾക്ക് മെറൂൺ ഷെയ്ഡ് ഒരു ഫെസ്റ്റിവൽ ലിപ്സ്റ്റിക്ക് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയിട്ടുള്ളൊരു അടിപൊളി സംഭവമാണ് കേട്ടോ. ഇതാണ് ഇൻസൈഡിൻ്റെ ഒരു റെഡ്, ഒരു മെറൂൺ, ഒരു ബ്രൗൺ, അങ്ങനെ ഒരു ഷെയ്ഡാണ്. നമ്മുടെ ഡസ്കി സ്കിൻ ടോണിന് മെറൂൺ ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾ ഫെസ്റ്റിവലിനൊക്കെ കുറച്ച് ബ്രൈറ്റ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ വാണ്ട് കണ്ടോ, അടിപൊളി വാണ്ടാണ്. നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഷെയ്ഡും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, അല്ല ക്യാമറയിൽ കണ്ടോ, ഒരു കുറച്ച് റെഡായിട്ടാണ് കാണിക്കുന്നത്. ശരിക്കും ഒരു മെറൂൺ കളറാണ്. ബ്യൂട്ടിഫുൾ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. എന്താ ബ്യൂട്ടിഫുൾ. ഞാൻ സ്വാച്ച് ചെയ്യാൻ കുറച്ച് ബാക്കിലാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നു. ബ്യൂട്ടിഫുൾ ലിപ്സ്റ്റിക്കാണ്, ഒന്നും പറയാനില്ല. ഓക്കെ, ഒന്നും പറയാനില്ല. ഇത് പെട്ടെന്ന് ഡ്രൈ ആവും. നല്ലൊരു ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്.
കൊടുക്കുന്ന പ്രൈസൊക്കെ അടിപൊളിയാണ്. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, മുഖം ഒന്ന് ബ്രൈറ്റ് ആയ പോലെ തോന്നും. പിന്നെ വേറെ ഒന്നും വേണ്ട, അത് തന്നെ യൂസ് ചെയ്തിട്ട് പോകാൻ പറ്റും. നെക്സ്റ്റ് ഞാൻ ഇൻസൈഡിന് തന്നെ, ഇതിന് ഇൻസൈഡിൻ്റെ നോൺ ട്രാൻസ്ഫർ ലിപ് കളറാണ് റേഞ്ച് വരുന്നത്. അതിൻ്റെ തന്നെ ഇൻസൈഡിൻ്റെ 11 കോഫി കമാൻ. ഇതും ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. ഡസ്കി സ്കിൻ ടോൺ ഒരു ഓറഞ്ച് അങ്ങനെ ഭംഗിയുണ്ടെന്ന് പറയാം, പക്ഷേ എനിക്ക് അങ്ങനെ ഓറഞ്ച് അത്ര ചേരുന്നതായി തോന്നിയിട്ടില്ല. പക്ഷേ ഇത് അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ഇതൊരു ഓറഞ്ച് ബ്രൗൺ അങ്ങനെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ഞാൻ ഇതിൻ്റെ സ്വാച്ച് ചെയ്തത്. ഓക്കെ, അപ്പം ഇതാണ് ഷെയ്ഡ്. ഒരു ഓറഞ്ച് ബ്രൗൺ കളറാണ്. നല്ല ലിപ്സ്റ്റിക്കാണ്, എല്ലാ സ്കിൻ ടോണിനും ചേരും. ഇതും ഇൻറ്റൻസ് പിഗ്മെൻ്റ് ആണ്. മറ്റേതിന് അത്ര പിഗ്മെൻറ്റഡ് അല്ല, എന്നാലും ഒരു 2 വട്ടം കോട്ട് ചെയ്യുമ്പോഴൊക്കെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ബ്യൂട്ടിഫുൾ ലിപ്സ്റ്റിക്കാണ് കേട്ടോ, ബ്യൂട്ടിഫുൾ ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ രണ്ടാമത്തെ പർച്ചേസ് ആട്ടോ, കോഫി കമാൻഡ്. ബ്യൂട്ടിഫുൾ. ഞാൻ പിന്നെ ബ്യൂട്ടിഫുൾ ഇടയ്ക്കിടയ്ക്ക് പറയും, നിങ്ങളൊന്ന് ഇഗ്നോർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഭയങ്കര ഫേമസ് ആണ്. എല്ലായിടത്തും ഇതിൻ്റെ റിവ്യൂ മാത്രമേ കാണുന്നുള്ളൂ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ഇതാണ് ഡാസ്ലറിൻ്റെ DL025 എന്നുള്ള ഷെയ്ഡാണ്. ഒന്നും പറയാല്ല, ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ഇതൊരു എന്താ പറയുക, ഒരു ബ്രൗൺ, ചില സ്കിൻ ടോൺ ഇത് വേറൊരു ഷെയ്ഡായിട്ടാണ് കാണിക്കുന്നത്. ഇത് ചില സ്കിൻ ടോണിന് ഒരു ബ്രൗൺ ഷെയ്ഡാണ്, നല്ലൊരു ബ്രൗൺ ആണ്, ഒരു ചോക്ലേറ്റ് ബ്രൗൺ എന്ന് പറയില്ല, അടിപൊളി ഷെയ്ഡാണ്. ഭയങ്കര പിഗ്മെൻ്റഡ് ആണ്. ഇത് ഇടുമ്പോൾ എനിക്ക് സ്കിന്നൊക്കെ ഒന്ന് ബ്രൈറ്റ് ആയ പോലെ തോന്നും. ഞാനിപ്പോൾ ലിപ്പിലിട്ടുള്ളത് ഈ ഷെയ്ഡാണ്, ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ഇതിൻ്റെ അത്യാവശ്യം വാണ്ട് ഉണ്ട്. ഇതിന് എത്ര ഞാൻ എന്തായാലും ഇവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും അടിപൊളി ഷെയ്ഡാണ്. സ്വാച്ച് ചെയ്ത് തരാം. ഇത് പിന്നെ കഴിയാനായി, യൂസ് ചെയ്ത് കഴിയാനായി. ഇതൊരു ബ്രൗൺ, ഒരു പക്ക ബ്രൗൺ എന്ന് പറയാം. ഓക്കെ, കണ്ടോ, എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ ലിപ്സ്റ്റിക്ക്, അതായത് ഈ ലിപ് ഷെയ്ഡിനും എത്ര ഹൈപ്പ് എന്ന് മനസ്സിലായത് ഞാൻ യൂസ് ചെയ്തപ്പോഴാണ്. ബ്യൂട്ടിഫുൾ, ഒന്നും പറയാല്ല. ഓക്കെ, ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. ഞാൻ കാണിച്ചു തരുന്ന എല്ലാ ലിപ്സ്റ്റിക്കും അഫോർഡബിൾ ആണ്. എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ക്രയോൺ ആണ്. അതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഐ തിങ്ക് ചോക്കോബാർ. യെസ്, 23 ചോക്കോബാർ ആണ്. ഇത് ഇൻസൈഡിൻ്റെ സ്റ്റേ ഓൺ ലിപ് ക്രയോൺ ആണ്. 23 ചോക്കോബാർ എന്നാണ് ഷെയ്ഡ്. പിന്നെ ഇത് ബ്രൗൺ ഷെയ്ഡാണ്. ഇതൊരു എന്താ പറയുക, മറ്റേ ഡാസ്ലറിൻ്റെ നോക്കൊരു പക്ക ബ്രൗൺ. ഇത് അത്ര ബ്രൗൺ അല്ല, ബ്രൗൺ ആണ് പക്ഷെ ഒരു ലൈറ്റ് ബ്രൗൺ ആണ്. ഇതിൽ എന്തൊക്കെ മിക്സ് എന്ന് വെച്ചാൽ ഒരു വാം ബ്രൗൺ ആണ്, മറ്റേതൊരു കൂൾ ടോൺ ബ്രൗൺ ആണ്, ഇതൊരു വാം ടോൺ ബ്രൗൺ ആണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് ഭയങ്കര ക്രീമിയാണ്, ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് നമുക്ക് ഇടുമ്പോൾ ഒരു സെറ്റാകാൻ കുറച്ച് ടൈം എടുക്കും, എന്നാലും ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. കണ്ടോ, ഇതിങ്ങനെ ക്രയോൺ ചെയ്തിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു ഷാർപ്പ്നർ കിട്ടും. ക്രയോൺ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നൊരു ലിപ് ക്രയോൺ ആണ്. ഇതിൻ്റെ എക്സാക്ട് ഡ്യൂപ്പാണ് ചായ്, അതായത് നൈക്കയുടെ ചായ് ഇതിൻ്റെ എക്സാക്ട് ഡ്യൂപ്പാണ്. അപ്പോൾ ഇതിന് വേറെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ വേറെ ഒന്നും അതേപോലെ നൈക്കയുടെ ഒരു ഡ്യൂപ്പായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്നതാണ്. ഇതും സ്വിസ് ബ്യൂട്ടിയുടെ ആണ്. സ്വിസ് ബ്യൂട്ടിയുടെ സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീം ഇൻ ദ ഷെയ്ഡ് N05 കഫേ. ഓക്കെ, ഇതും ഏകദേശം ഒരേ ഷെയ്ഡാണ്. ഇതും അതിൻ്റെ ഏകദേശം ഒരേ ഷെയ്ഡാണ്. ഓക്കെ, കണ്ടോ, ഏകദേശം ഒരേ ഷെയ്ഡാണ്. ഇതിൻ്റെ ഒരു ക്രയോണിൻ്റെ ഒരു വ്യത്യാസമുണ്ട്, അതായത് ക്രയോൺ അല്ല, ഫോർമുലയുടെ ഒരു വ്യത്യാസമുണ്ട്. ഏകദേശം ഒരേ ഷെയ്ഡാണ്. ഇതൊരു കുറച്ചും കൂടി ഒരു ഓറഞ്ച് ടിൻറ്റ് കൂടുതലാണ്, കുറച്ചും കൂടി മാമാണ്. ഇതും അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ഇത് സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീം ആണ്. ഇതിനും അധികം പ്രൈസ് ഒന്നുമില്ല, എന്തായാലും പ്രൈസ് ഞാനിവിടെ മെൻഷൻ ചെയ്യാം. ഇതും ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ലിപ്പിൽ ഒരു സോഫ്റ്റ് ബട്ടറി അങ്ങനെ ഒരു ഫോർമുലയാണ്, ഒരുപാട് നേരം ലോങ് ലാസ്റ്റ് ചെയ്യും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഇതിങ്ങനെ കുറേ നേരം ഇടുമ്പോൾ ഫെയ്ഡായി പോകുമ്പോൾ നല്ലൊരു പിങ്ക് ടിൻറ്റ് തരുന്നുണ്ട്. അത് ബ്യൂട്ടിഫുൾ പിങ്ക് ടിൻറ്റ് തരുന്നുണ്ട്.
അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്ക് ചോക്കോബാറിനെക്കാളും ഒന്നും കൂടി കൂടുതൽ എൻ്റെ സ്കിന്നിന് ചേരുന്നത് ഇത് തോന്നിയിട്ടുണ്ട്. ചോക്കോബാർ നല്ല അടിപൊളി ഷെയ്ഡാണ്, പക്ഷെ അതിനേക്കാളും കൂടുതൽ ഫേവറേറ്റ് എനിക്ക് ഇതാണ്. സ്വിസ് ബ്യൂട്ടിയുടെ സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീം ഇൻ ദ ഷെയ്ഡ് N05. നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കുറച്ച് പ്രൈസി ആയിട്ടുള്ളതാണ്. ഇത് നിക്സ് ലോഞ്ചറിയുടെ ഷെയ്ഡാണ്. ഓക്കെ, ഇത് ഞാനിങ്ങനെ കാണുന്നുണ്ട്. ഓക്കെ, ഇതാണ് ലിപ്സ്റ്റിക്ക് നിക്സ് ലോഞ്ചറി. ഇതിൻ്റെ ഷെയ്ഡാണ് ലിപ്ലി 12 എന്നാണ് ഇതിൻ്റെ ഷെയ്ഡിൻ്റെ നെയിം. ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷൻ കൊണ്ട് വാങ്ങിയതാണ്. ഒരു മോവ് കൈൻഡ് ഓഫ് കളറാണ്, മോവ് പിങ്ക് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. പക്ഷേ എൻ്റെ സ്കിൻ ടോൺ വലിയ കുഴപ്പമില്ല, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ചെറുതായിട്ടൊരു വാഷ് ഔട്ട് ചെയ്യണ പോലെ തോന്നി എനിക്ക്. ഇതാണ് ഷെയ്ഡ്, ഒരു മോവ് ന്യൂഡ് പിങ്ക് അങ്ങനത്തെ ഒരു ടോണാണ്. പക്ഷെ എൻ്റെ സ്കിന്നിന് അത്ര സ്യൂട്ടാവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും അധികം ഏകദേശം സ്കിൻ ടോണിനൊക്കെ അത് മാച്ച് ചെയ്യുന്ന ഒരു ന്യൂഡ് ഷെയ്ഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ലിപ്സ്റ്റിക്ക് ബ്രൗണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാച്ച് ചെയ്തിട്ടാണ്, അത് മിക്സ് ആക്കിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യൽ. ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ്. ഒരു എന്താ പറയുക, ഒരു ക്രീം കളർ, ഒരു ക്രീമി ടെക്സ്ചറാണ്, ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്, അത്ര പെട്ടെന്നൊന്നും പോകില്ല. പക്ഷേ ഇതിൻ്റെ ഷെയ്ഡ് എനിക്ക് കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയി. ഇതിനൊരു എത്ര രൂപ ഉണ്ട്, ഒരു 650 റുപ്പീസ് ഉണ്ട്. അപ്പോൾ എനിക്ക് അതിന് വർത്തായിട്ട് തോന്നിയില്ല. മേ ബി അതിൻ്റെ ഷെയ്ഡ് എനിക്കൊരു ഇഷ്ടപ്പെട്ടാത്തതുകൊണ്ടാവും. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് കാണിച്ചുതരാം. നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ വാങ്ങിയിട്ടുള്ളത്, ഇത് നിങ്ങളതിൻ്റെ കോലം കണ്ടിട്ട് ഇതാക്കേണ്ടത്, ഇത് ലീക്കായിപ്പോയി. പാക്കേജിങ് വലിയ ഇതില്ല. ഓക്കെ, ഇതിൻ്റെ ഷെയ്ഡ് ബ്ലൂ ഹെവൻ്റെ ഹൈപ്പർ വൈറ്റ് ലോസ് ലിക്വിഡ് മാറ്റ് ആണ്. ഇതാണ് ഇത് ലിപ്സ്റ്റിക്ക്. ഇതിൻ്റെ കോലം കണ്ടിട്ട് നിങ്ങൾ പോയിക്കില്ല, അത് ആകെ ലീക്കായി. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു പിങ്കാണ്, ഒരു ഭയങ്കര എന്താ പറയുക, ഭയങ്കര ബ്രൈറ്റ് പിങ്കാണ്, ഒരു ഫ്യൂഷ്യ പിങ്ക് എന്ന് പറയാം. ഇതാണ് ഷെയ്ഡാണ്, നല്ല ബ്രൈറ്റ് ആണ്. ഇതിൻ്റെ ഷെയ്ഡ് 09 എന്നാണ് ഷെയ്ഡിന് മെൻഷൻ ചെയ്തിട്ടുള്ളത്, വേറെ ഒന്നും എഴുതിയിട്ടില്ല. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്, എത്ര നേരം വേണമെങ്കിലും ഇതിരിക്കും. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്, ഭയങ്കര പിഗ്മെൻ്റഡ് ആണ്. ഞാൻ എന്തെങ്കിലും ഷെയ്ഡ്സ് മിക്സ് ചെയ്യുമ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യൽ, എത്ര തേച്ചരച്ചാലും പോകില്ല. ഓക്കെ, ഇതിൻ്റെ പല ഷെയ്ഡ്സ് ഉണ്ട്, 06 ഉണ്ട്, അത് അടിപൊളി ഒരു മൂവി കൈൻഡ് ഓഫ് ന്യൂഡ് ഷെയ്ഡാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് ഭയങ്കര ബ്രൈറ്റ് ആണ്, ഞാൻ എന്തിനേയും കൂടെ മിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതിൻ്റെ ലോങ് ലാസ്റ്റിംഗ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ അത് മോശമാണ്, അത്രയ്ക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒരു അടിപൊളി ലിപ്സ്റ്റിക് എന്ന് പറയാം. ഇതിൻ്റെ പല ഷെയ്ഡുണ്ട്. ഇതിൻ്റെ വേറൊരു ഇതേപോലത്തെ ഒരു വേരിയൻ്റ് അവർ ഇറക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യാം. ഇതും ഇതിനും വലിയ പ്രൈസ് ഒന്നുമില്ല, ഞാൻ എന്തായാലും ഇവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാൻ പോകുന്നത് ഒരു ലിപ് ലൈനർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നമുക്കറിയാലോ, ഡെസ്കി സ്കിൻ ടോൺ ആണെങ്കിൽ എല്ലാ ലിപ്സ്റ്റിക്കും ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഭയങ്കര ചിലപ്പോൾ വാഷ് ഔട്ട് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ലിപ് ലൈനർ. അപ്പം നിങ്ങളതൊരു മസ്റ്റായിട്ട് വേണ്ടത് ഒരു ബ്രൗൺ ലിപ് ലൈനർ ആണ്. ബ്രൗൺ ലിപ് ലൈനർ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ സ്കിൻ ടോണിനും നമുക്ക് മാച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ചില ഷെയ്ഡ്സ്, അപ്പോൾ ഇത് കണ്ടോ, നിക്സ് ലോഞ്ചറിൻ്റെ ഈ ഷെയ്ഡ് എനിക്ക് ഭയങ്കര അത്ര വലിയൊരു സുഖമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതേപോലെ ഒരു ബ്രൗൺ ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ നന്നായി ലിപ് ലൈൻ ചെയ്തിട്ട് അങ്ങനെ ഇടുമ്പോൾ ന്യൂഡ് ഷെയ്ഡൊക്കെ ഇടുമ്പോൾ നമുക്ക് അധികം വാഷ് ഔട്ടായിട്ട് ഉണ്ടാവില്ല, നല്ലൊരു ഭംഗിയുള്ളൊരു ഫിനിഷിങ് കിട്ടും. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ബോട്ട് മാറ്റ് ലിപ് ലൈനർ ആണ്, ഇൻ ദ ഷെയ്ഡ് ഡാർക്ക് ചോക്ലേറ്റ്. ഓക്കെ, ഇത് ഭയങ്കര ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഓക്കെ, ഭയങ്കര ഡാർക്കാണ്, ഞാനിവിടെ കാണിച്ചത്. ഓക്കെ, ഭയങ്കര ഡാർക്കാണ്. നിങ്ങൾക്ക് ന്യൂഡ് ഷെയ്ഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ വാഷ് ഔട്ട് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ലാണ്. ഇതിൻ്റെ പല ഷെയ്ഡ്സും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ബ്രൗൺ തന്നെ ഒരു 3-4 ഷെയ്ഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് ഷെയ്ഡാണ് വേണ്ടിച്ചാൽ ഇത് ഒറ്റയ്ക്ക് വേണമെങ്കിലും ഇടാം. പക്ഷെ ഇത് ഒറ്റയ്ക്ക് ഇടുമ്പോൾ ഭയങ്കര ഒരു ബ്രൗൺ ബ്ലാക്ക് എന്ന് പറയാം, അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ന്യൂഡിൻ്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കുറേ ഷെയ്ഡ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യാം. ചെറി ബ്രൗൺ, അതുപോലെ അങ്ങനെ ചോക്ലേറ്റ് ബ്രൗൺ, അങ്ങനെ കുറേ ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇതിന് 60 റുപ്പീസ് ഉള്ളൂ, ഭയങ്കര അഫോർഡബിൾ ആണ്. പിന്നെ സാധാ മറ്റേ ലിപ് ലൈനറിനെ പോലെ ഭയങ്കര ഡ്രൈ അല്ല, ഇത് ഭയങ്കര സോഫ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ട് ഗ്ലൈഡ് ചെയ്യും. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അങ്ങനെ കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് ഗ്ലൈഡ് ചെയ്യും, ഒരു കുഴപ്പമില്ല, സൂപ്പർ ലിപ്സ്റ്റിക് ആണ്. അപ്പോൾ ഇതിൻ്റെ വേറെ ഷെയ്ഡ്സൊക്കെ നമുക്ക് അത് മാത്രമായിട്ട് യൂസ് ചെയ്യാം, അതും ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്.
സൂപ്പറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഏകദേശം എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക് കളക്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു. എന്തായാലും ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുള്ള ഒരു കൈൻഡ് ഓഫ് ലിപ്സ്റ്റിക്സ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.